എന്താ വിളിക്കാത്ത, മിസ് ചെയ്യുന്നു. ഈ മിസ്സിങ് വേർഡ് തന്നെ അപകടമാണ്. അത് കേൾക്കുമ്പോ എന്താ, അവർക്ക് കംഫർട്ട് സോൺ കൊടുക്കുക, അവരവിടെ എൻജോയ് ചെയ്യട്ടെ വിത്ത് ദെയർ ഫാമിലി. ആ റിലേഷൻഷിപ്പിൽ അവർ വന്നത് അവിടെ നിന്നല്ലേ. 9 മണിക്ക് ഉറങ്ങാൻ കിടക്കുന്ന ഒരു വ്യക്തിക്ക് 5:30 എഴുന്നേൽക്കാം. 10 മണിക്ക് ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് 6 മണിക്ക് എഴുന്നേൽക്കാം. ഇപ്പൊ 2 മണിക്ക് ഉറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ 10-11 മണിക്ക് എഴുന്നേക്കാൻ പാടുള്ളൂ എന്നാ പറയുന്നത് പിറ്റേ ദിവസം. എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയോ? 8 മണിക്കൂറത്തെ സൗണ്ട് സ്ലീപ്പ് നിങ്ങളുടെ ബ്രെയിനകത്തെ എല്ലാ കെമിക്കൽസിനെയും 7-8ഓളം കെമിക്കൽസ് ഉണ്ട് നമ്മുടെ ബ്രെയിനകത്ത്. നിങ്ങളുടെ ഈച്ച് ആൻഡ് എവറി ഹെയർ തുടങ്ങി ടോ വരെയുള്ള എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ, മെമ്മറീസിനെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ, കണക്ഷനെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ലിങ്ക് ചെയ്ത് സംസാരിക്കുന്ന കാര്യങ്ങളെ പോലും ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് സ്ലീപ്പ് കിട്ടണം. സ്വന്തമായിട്ട് അങ്ങ് ഡയഗ്നോസ് ചെയ്യാണ് മൈ പാർട്ട്ണർ ഇസ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി. That's not how it works. സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് ഏതൊരു റിലേഷൻഷിപ്പും നമുക്ക് തരുന്ന ഒരു സ്പേസ് ആണ്. തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ നമ്മളത് സഹിച്ചു നിരിക്കാം. ഈ സഹിക്കൽ ഒരു പോയിന്റ് For the sake of love. അത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സഹിക്കൽ മാറി അവിടെ ഒരു ബ്ലാസ്റ്റ് ആണ്. അതാണ് ഞാൻ ലവ് ബോംബ് എന്ന് സൂചിപ്പിച്ചത്. ആ ലവ് ഒരു കുറച്ച് ലവ് ഡീപ്പ് ലെവലിലാണെന്നാണ് നമ്മൾ ചിന്തിക്കുക, പക്ഷെ ഇത് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ്, ബ്ലാസ്റ്റ് ആവുകയാണ്. അവിടെ ബന്ധം നഷ്ടപ്പെടാം, പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അതിൻ്റെ എല്ലാം കുറ്റബോധവും ഒക്കെ ഇത്തരം ബന്ധങ്ങളിൽ നമുക്ക് ഹോണ്ട് ചെയ്യപ്പെടാം. ആഫ്റ്റർ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴും ഇത് ഹോണ്ടിങ് ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മളിപ്പോൾ നമ്മളുടെ സെൽഫ് ലവും പോകും, സെൽഫ് റെസ്പെക്റ്റ് പോകും. അവിടെയാണ് സ്ട്രെസ്സിലേക്ക് കിടക്കുന്നത്. അവിടെയും ഡിപ്രഷൻ എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അത് വേറെ ഒരു സിറ്റുവേഷനാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതാർക്കും സംഭവിക്കപ്പെടാതിരിക്കട്ടെ. ഈ ഒരു സ്ട്രെസ്സിലേക്ക് കിടക്കുന്നത്, എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, മുറിയടച്ചിരിക്കുക, അവരതായ കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ സംഭവിക്കപ്പെടാം. അതുകൊണ്ട് ദ ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ പറയുന്നു, നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയുക. അതെ, നോ പറഞ്ഞതിന് ശേഷമുള്ള റിയാക്ഷൻ റീഡ് ചെയ്യാൻ പഠിക്കുക. വാട്ട്സ് ദ റിയാക്ഷൻ? അത് മനസ്സിലാക്കിയ ശേഷം ഓക്കെ, ഇത് റണ്ണാവില്ല, ഈ റിലേഷൻ ഇങ്ങനെ പോവില്ല എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് സംസാരിക്കുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓൾവേസ് നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നർ വോയിസ് എന്ന് പറയും നമ്മളതിനെ. ആ ഇന്നർ വോയിസ് ഇൻറ്റ്യൂഷൻ പോലെ ദിസ് ഇസ് നോട്ട് മൈ പേഴ്സൺ എന്നുള്ളത് നമ്മുടെ ഇൻറ്റ്യൂഷൻ പോലെ പറയും. ഓഫ് കോഴ്സ് പറയും. അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, സ്റ്റാൻഡ് ഓൺ ചെയ്യുക. നിങ്ങളല്ലാതെ വീണ്ടും ഓക്കെ നോക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഓരോ സെക്കൻഡ് കഴിയും തോറും ഇതിൻ്റെ ഡെപ്ത് കൂടിക്കൊണ്ടിരിക്കുക. റിലേഷൻഷിപ്പിൻ്റെ നമ്മൾ ലോക്കാവുന്ന അവസ്ഥയാണ്. ലോക്കായിട്ടല്ല ഒരു മനുഷ്യന് ആ റിലേഷൻഷിപ്പിനെ വേണ്ട എന്ന് വെക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വേണം. ലോക്കാവുന്നതിന് മുമ്പ് ഫീൽ ഫ്രീ ടു ഹാൻഡിൽ. നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് ഓക്കെ, ഞാൻ ഇന്ന സ്ഥലത്ത് പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷനുണ്ട്, എന്നെ 2 ദിവസത്തേക്ക് വിളിക്കരുത്, ഞാൻ എൻ്റെ ഫംഗ്ഷനിൽ പെട്ടിരിക്കുകയാണ്, ഞാൻ ഡിസ്റ്റർബ്ഡ് ആക്കരുത് എന്നെ, അല്ല എന്താ വിളിക്കാത്ത, മിസ് ചെയ്യുന്നു. ഈ മിസ്സിങ് വേർഡ് തന്നെ അപകടമാണ്. അത് കേൾക്കുമ്പോൾ എന്താ, ഓ അദ്ദേഹം എന്നെ മിസ് ചെയ്യുന്നു, ആ കുട്ടി എന്നെ മിസ് ചെയ്യുന്നു, മൈ ബോയ് ഫ്രണ്ട് എന്നെ മിസ് ചെയ്യുന്നു. ഈ മിസ്സിങ് വേർഡ് അവരെ ഉണ്ടല്ലോ അടിമപ്പെടുത്തുകയാണ്. മിസ്സിങ് അല്ല ഇവിടെ വേണ്ടത്, ഒരു കംഫർട്ട് സോൺ കൊടുക്കുകയാണ് വേണ്ടത്. അവർക്ക് കംഫർട്ട് സോൺ കൊടുക്കുക, അവരവിടെ എൻജോയ് ചെയ്യട്ടെ വിത്ത് ദെയർ ഫാമിലി. അവർ എൻജോയ് ചെയ്യട്ടെ ആ റിലേഷൻഷിപ്പിൽ. അവർ വന്നത് അവിടെ നിന്നല്ലേ. ഇന്നലെയല്ലേ എൻ്റെ വ്യക്തിത്വങ്ങളിലേക്ക് വന്നത്, എന്നോട് കണക്ട് ചെയ്തത്. അവരുടെ വ്യക്തിത്വം സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? അവരുടെ ഫാമിലിയിൽ നിന്ന്. ഇനി റിലേഷൻഷിപ്പിലേക്ക് കടന്നു കഴിഞ്ഞ ശേഷം ഹസ്ബൻഡ് വൈഫായി, അല്ലെങ്കിൽ അവർ ഇപ്പം ലിവിങ് റിലേഷനുണ്ട്, ധാരാളം റിലേഷൻഷിപ്പ് ഉണ്ട് ഇന്നത്തെ കാലത്ത്. ഒന്നും പറയാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷേ എന്നാൽ കൂടിയും ധാരാളം റിലേഷൻഷിപ്പ് സംഭവിക്കപ്പെടുന്നുണ്ട്. ആ റിലേഷൻഷിപ്പിലൊക്കെ കടന്നു കഴിയുമ്പോഴും ഈ പ്രശ്നങ്ങൾ തലപൊക്കാം. കുറച്ച് കഴിയുമ്പം ഇത് പതുക്കെ വിവാഹേതര ബന്ധങ്ങളിലേക്ക് കടന്നു ചെല്ലാം, ഡിവോഴ്സിലേക്ക് കടന്നു ചെല്ലാം, അങ്ങനെ പലതിലേക്കും എത്തും. ബിക്കോസ് ഈ റിലേഷനിൽ തൃപ്തിയില്ലാത്ത അവസ്ഥയിൽ അവിടെയാണ് ഈ പറയുന്ന നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ ഭീകരമായൊരവസ്ഥ സംഭവിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മൾ എന്തിലേക്ക് ഡിറ്റാച്ച്ഡ് ആവണം, അറ്റാച്ച്ഡ് ആവണം നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഫസ്റ്റ് പോയിന്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണോ സ്ലീപ്പ് എന്ന് പറയുന്നത്? അതെ, നമ്മൾ പറഞ്ഞല്ലോ എൻഡ് ഓഫ് ദ ഡേ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതായത് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് ഏതൊരു റിലേഷൻഷിപ്പും നമുക്ക് തരുന്ന ഒരു സ്പേസാണ്. ഇപ്പോൾ ഉറങ്ങാൻ കിടന്നു, പല തോട്ട്സ് നമ്മുടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ ഉറക്കം ശരിയാവില്ല നമുക്ക്.
എങ്ങനെ ഒരു 2-3 മണി വരെയും ഈ തോട്ട്സ് ആണ് നമ്മുടെ ബ്രെയിനിലൂടെ സഞ്ചരിക്കുന്നത്. ഇത് പിറ്റേ ദിവസത്തെ പ്രൊഡക്റ്റീവ് ലൈഫിനെ വളരെയധികം ബാധിക്കും. സൗണ്ട് സ്ലീപ്പ് ലഭിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. 9 മണിക്ക് ഉറങ്ങാൻ കിടക്കുന്ന ഒരു വ്യക്തിക്ക് 5:30 എഴുന്നേൽക്കാം. 10 മണിക്ക് ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് 6 മണിക്ക് എഴുന്നേൽക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻ പറയുന്നതെന്ന് അറിയോ? ഇപ്പം 2 മണിക്ക് ഉറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ 10-11 മണിക്ക് എഴുന്നേക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് പിറ്റേ ദിവസം. എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയോ? 8 മണിക്കൂറത്തെ സൗണ്ട് സ്ലീപ്പ് നിങ്ങളുടെ ബ്രെയിനകത്തെ എല്ലാ കെമിക്കൽസിനെയും 7-8ഓളം കെമിക്കൽസ് ഉണ്ട് നമ്മുടെ ബ്രെയിനകത്ത്. ഈ കെമിക്കൽസിനെ ഡോപ്പമൈൻ, ഗാബ, ഗ്ലൂക്കോമൈൻ, അങ്ങനെ സെറട്ടോണിൻ, അങ്ങനെ ധാരാളമായ കെമിക്കൽസിനെ എല്ലാം ഒരേ ലെവലിൽ ബാലൻസ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ഈച്ച് ആൻഡ് എവറി ഹെയർ തുടങ്ങി ടോ വരെയുള്ള എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. മെമ്മറീസിനെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ, കണക്ഷനെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ലിങ്ക് ചെയ്ത് സംസാരിക്കുന്ന കാര്യങ്ങളെ പോലും ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് സ്ലീപ്പ് കിട്ടണം. ഡിസ്റ്റർബ്ഡ് ആയ ബന്ധങ്ങൾ നിങ്ങളിലൂടെ സഞ്ചരിക്കപ്പെടുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് ഉറക്കമാണ്. ഈ തോട്ടാണ് അവിടെ വരുന്നത്. എപ്പോഴും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ ആൽഫ സ്റ്റേജിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, സബ് കോൺഷ്യസ് മൈൻഡ് ഉണരുകയും കോൺഷ്യസ് മൈൻഡ് ഉറങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡിലെ ചിന്തകൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഉറക്കം പ്രോപ്പർ ആവില്ല. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ചിന്തകൾ കയറി കിടന്നിട്ടുണ്ടെങ്കിൽ അത് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പാണ്. ചിലര് മറ്റേ ശരീരം ക്ഷീണിക്കുമ്പോൾ ഉറങ്ങുമായിരിക്കും, പക്ഷെ അത് സൗണ്ട് സ്ലീപ്പ് അല്ല. അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു അപ്പൊ കാണുന്ന സ്വപ്നങ്ങൾ പോലും വളരെ വൈകാരികത നിറഞ്ഞതോ വികൃതമായ സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും. അവർ കരഞ്ഞ് ഉറക്കം കണ്ണീർ ചാലോടുകൂടി ഉറങ്ങി, തലയണ നനഞ്ഞ് കുതിരുന്നത് വരെയും കണ്ണീരൊഴുകി. ഇതൊക്കെ കാവ്യാത്മകമായി എഴുതുമ്പോൾ വായിക്കുമ്പോൾ ഒക്കെ രസം ഉണ്ടാവും കേൾക്കാനും, അതിലേക്ക് സഞ്ചരിക്കുമ്പോഴൊക്കെ വളരെ മനോഹരമായിരിക്കും. പക്ഷേ റിയൽ ലൈഫിലേക്ക് ഉറക്കം നഷ്ടപ്പെട്ട് ബന്ധങ്ങളിൽ ചെന്നെത്തി നിന്നുകൊണ്ട് ഉറങ്ങാൻ കഴിയാതെ ഡിസ്റ്റർബ്ഡ് ആകുന്ന ധാരാളം പേരെ എനിക്കറിയാം. സ്ലീപ്പിംഗ് തെറപ്പി ഞാൻ എൻ്റെ സെഷൻസിൽ സ്ലീപ്പിംഗ് തെറപ്പി ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ അവരുടെ കൂടെ രാത്രി സമയത്ത് അവരെ ഞാൻ ഒരു 10 മണിക്ക് മാക്സിമം 10 മണിക്ക് നിങ്ങൾ ബെഡിൽ വരണം. എന്നിട്ട് അവരെ കോൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരുടെ വീഡിയോ കോൾ ആ സമയത്ത് നമ്മൾ ചെയ്യില്ല, സെഷൻ എടുക്കുന്ന എല്ലാം വീഡിയോ കോൾസിലൂടെയാണ്. എന്നാൽ കൂടിയും ആ സമയത്ത് വീഡിയോ കോൾ അല്ലാതെ ഫോണിലൂടെ ആ വ്യക്തിത്വങ്ങളെ ഒരു സ്ലീപ്പിംഗ് തെറപ്പിയുടെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസ് ഉണ്ട്, മസിൽസിനെ സ്ട്രെച്ച് ചെയ്തിട്ടുള്ള എക്സസൈസ് ഉണ്ട്. ഇതെല്ലാം ചെയ്യിച്ച് കൗണ്ടിങ് മെത്തേഡിലൂടെ സ്ലോലി അവരുടെ ആ ഒരു സ്നോറിങ്ങിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞിട്ടാണ് പതുക്കെ ഞാൻ ഫോൺ കട്ട് ചെയ്യുക. എത്രയോ അത് കൂടുതലും സ്ത്രീകളിലാണ് കേട്ടോ സംഭവിക്കപ്പെട്ടിട്ടുള്ളത് ധാരാളമായിട്ട്. അതെ, ഈ നാർസിസിസ്റ്റിക് ബിഹേവിയർ കൂടുതലും പ്രകടിപ്പിക്കുന്നത് പുരുഷന്മാരാണോ സ്ത്രീകളാണോ? രണ്ടും ഉണ്ട്. നമുക്ക് അങ്ങനെ ഈക്വൽ ആണ്. അതിൽ നമ്മൾ ബോത്ത് സൈഡ് എന്ന് തന്നെ നമ്മൾ പറയണം. അതിൽ ഒരു കാലഘട്ടത്തിൽ പുരുഷന്മാരുടെ അളവ് കൂടുതലായിരുന്നെങ്കിൽ ഇന്ന് കാലഘട്ടത്തിൽ അത് സ്ത്രീകളിലും അളവ് കൂടിയിട്ടുണ്ട്. ഈക്വലാണ്. അതുകൊണ്ട് നമുക്ക് ആരെയും പറയാൻ പറ്റില്ല. സ്ത്രീ പുരുഷൻ പല കാര്യങ്ങളിലും നമ്മളിങ്ങനെ സബ്ജക്റ്റുകൾ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു വിഷയമാണ് ഇത് സ്ത്രീയിലാണോ പുരുഷനിലാണോ അല്ല, ഹ്യൂമണിലാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പ്രചാരണം നോക്കുകയാണെങ്കിൽ പുരുഷന്മാരാണ് നാർസിസിസ്റ്റുകൾ നമുക്ക് തോന്നും. ഇല്ല 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 ഈ പ്രചാരണം ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള റീലുകളൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അത് അങ്ങനെയുള്ള തലത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കുന്ന ആളുടെ ഉള്ളിലേക്കൊരു മെസ്സേജ് പാസ് ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത്, ഒരു റോങ് മെസ്സേജ് പാസ് ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത്. ഇത് കേട്ട് കഴിയുമ്പോഴേക്കും ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ പുരുഷന്മാർ, അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തത് മെയിൽ വിഭാഗത്തെയാണ് അല്ലേ. അപ്പോൾ പുരുഷന്മാർക്കാണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവരൊരു ചെറിയ കാര്യത്തിൽ അത് വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നാർസിസ്റ്റിക് ആയിട്ട് നെക്സ്റ്റ് തിങ് സ്വന്തമായിട്ട് അങ്ങ് ഡയഗ്നോസ് ചെയ്യാണ് മൈ പാർട്ട്ണർ ഇസ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. അങ്ങനെയല്ല. ഇത് ആക്ച്വലി ഇത് ആ ഇൻസിഡന്റ് പോലും അവിടെ അദ്ദേഹവും ചിലപ്പം അന്താളിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. എന്താണ് സംഭവം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവാം. അവിടെ സ്ലോലി ഈ മെസ്സേജസ്, റോങ് മെസ്സേജ് നിങ്ങളിലേക്ക് കണക്ട് ചെയ്താൽ ഓരോ കാര്യങ്ങളിലും നിങ്ങളത് കോട്ട് ചെയ്യും, അത് കണക്ട് ചെയ്യും. അത് കണക്ട് ചെയ്തിട്ടായിരിക്കും സംസാരങ്ങളിലും ബിഹേവ് ചെയ്യുന്നതിലൊക്കെ വരുന്നത്. അവിടെ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു, വളരെ മോശമായ ഒരു വ്യക്തിത്വമായിരിക്കാം, വളരെ മോശം ക്യാരക്ടർ ആയിരിക്കുന്ന ഒരാളോ സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം, നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു അവിടെയാണ് നിങ്ങൾ വിലയിടേണ്ടത്. ഓക്കെ. ഒരിക്കലും മൊത്തത്തിൽ നമ്മൾ പറയില്ലേ, മൊത്തത്തിൽ ആരെയും നമുക്ക് മോശം പറയാൻ പറ്റില്ല. നിങ്ങളോട് ആ വ്യക്തി വളരെ മോശമായ ഒരു വ്യക്തിത്വമാണെങ്കിൽ കൂടിയും ഒരു ക്യാരക്ടർ ആണെങ്കിൽ കൂടിയും നിങ്ങളോട് വളരെ മനോഹരമായിട്ട് വളരെ റെസ്പെക്റ്റോടു കൂടി സംസാരിക്കുകയാണെങ്കിൽ ഈ വ്യക്തി മോശമാണെന്നുള്ള പിക്ചർ എവിടെ നിന്നോ കിട്ടിയത് അടിസ്ഥാനത്തിൽ നമുക്ക് ആ വ്യക്തിയോട് ഇടപെടാൻ പറ്റുമോ?
ഒരിക്കലും പറ്റില്ല. അത് തെറ്റായ ധാരണ തന്നെയാണ്. കാരണം നമുക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് അവിടെ നഷ്ടപ്പെടുത്തുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിത്വത്തോട് അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അവർ നിങ്ങൾക്കൊരു സ്പേസ് തന്നിട്ടുണ്ട്, ഒരു സ്ഥാനം തന്നിട്ടുണ്ട്. ആ സ്ഥാനത്തെയാണ് നിങ്ങൾ ചൂഷണം ചെയ്യുന്ന രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദ റീസൺ മറ്റൊരാൾ നമുക്ക് തന്നൊരു പിക്ചർ, ഈ വ്യക്തി അത്ര നല്ലതല്ല, ബേസിക്കലി ജഡ്ജ് ചെയ്യുന്നു വേറൊരാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ഒരു കൗൺസിലിങ്ങിന് വരുന്ന, കപ്പിൾസ് കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ആദ്യം നമ്മൾ രണ്ടുപേരെയും ഒന്ന് ചേർത്ത് സംസാരിച്ച് അവരുടെ കാരണങ്ങൾ കേൾക്കും. അതിനുശേഷം ഓരോരുത്തരെ സെപ്പറേറ്റ് ആയിട്ട് വളരെ പേഴ്സണലായ ഒരു സ്പേസിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരെ നമ്മൾ അവരുടേതായ റീസൺസ് കേൾക്കും. അതിനുശേഷം ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവരെന്തെല്ലാമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാർത്തി വെച്ചിരിക്കുന്ന കുറ്റങ്ങൾ എന്നുള്ളത്. അതിനുശേഷം വീണ്ടും ഇവരെ ഒരുമിച്ചിരുത്തിയുള്ള കൗൺസിലിങ്ങിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അംഗീകരിക്കാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും അപ്പോൾ വഴക്കുണ്ടാക്കും, ആ സ്പേസിലിരുന്ന് വഴക്കുണ്ടാക്കും. മനോഹരമായിട്ടൊന്ന് കണ്ടുവയ്ക്കാം അവരുടെ വഴക്കുണ്ടാക്കുന്ന കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഉള്ളിൽ അപ്പം എന്തെങ്കിലും ഇഷ്യൂവിനെ സംബന്ധിച്ചത് ചോദിക്കുകയാണെങ്കിൽ അത് കരുതിയിട്ടല്ല, അതിന് വേറൊരു കാരണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്, അതിനെങ്ങനെയാണ് ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് എടുത്തത്, തെറ്റിദ്ധരിച്ചത് എന്തിനാ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും എന്നാൽ പിന്നെ ആ സമയത്ത് എന്നോട് അത് പറഞ്ഞുകൂടായിരുന്നോ. കാരണം ഇവിടെ നേരത്തെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പിക്ചറിന്റെ അടിസ്ഥാനത്തിൽ അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇദ്ദേഹം ഈ കാരണം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം മൈൻഡ് സെറ്റിൽ വെച്ചുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചിരിക്കുന്നത് എന്നുള്ള കാരണങ്ങളൊക്കെ സംഭവിക്കപ്പെടാറുണ്ട്. ഈ നാർസിസിസ്റ്റിക് ബിഹേവിയർ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ വിക്ടിംസിനെ കാണുന്നുണ്ട്, അവർ ഇതിൽ നിന്ന് കിട്ടിയ ട്രോമ ഹീൽ ചെയ്യുന്ന പ്രോസസ്സ് എല്ലാം ഉണ്ട്. പക്ഷെ ഈ കോസ് ആയ ആളെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? അത് മനസ്സിലാക്കുന്നിടത്തോളം അവരതിനെ ഉൾക്കൊള്ളുന്നിടത്താണ് അതിന്റെ ഒരു റിപ്പയറിങ് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അവർ തന്നെ മുന്നോട്ട് വരണം. നമ്മൾ അനേകം ബന്ധങ്ങളിൽ നമുക്ക് കാണുന്ന ഒരു കാഴ്ചയാണ് ഏതെല്ലാം രീതിയിലാണ് നമ്മളൊരു ബന്ധത്തെ ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഈ കാഴ്ചയിൽ എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്? ഇപ്പം സെക്കൻഡ് മാരേജിലേക്ക് പോകുന്ന ഒരു വ്യക്തി, അപ്പം ആ വ്യക്തിക്ക് ഫസ്റ്റ് മാരേജിൽ പറ്റിയ കുറേ പരിമിതികളും കുറേ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇതെല്ലാം കവറപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്തിട്ടോ ആയിരിക്കണം അടുത്ത ബന്ധത്തിലേക്ക് പോകേണ്ടത്. ഈ ബന്ധത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇത് തന്നെ കാഴ്ചവെക്കുന്നത് അവിടെ അത് തന്നെയായിരിക്കും. ഈ എക്സ്പീരിയൻസ് കൊണ്ട് പോയിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ എക്സ് പാർട്ട്ണർക്ക് ബുദ്ധിമുട്ടുണ്ടായത്, എൻ്റെ ഈ ഒരു ബിഹേവിയർ അല്ലേ, എൻ്റെ ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി അല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന റിസൾട്ട് അല്ലേ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മേക്കപ്പ് ചെയ്യാൻ, കവറപ്പ് ചെയ്യുന്നതിന് പകരം അതിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ റിലേഷൻഷിപ്പിൽ ഇന്നത് എനിക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതല്ല, അതിനെ മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുക. തന്നെയാണ് ആദ്യം പറഞ്ഞത്, ഒരു റിലേഷൻഷിപ്പിന്റെ ഇമോഷണൽ ബാഗേജ് ഇറക്കി വെച്ച് ഹീലായ ശേഷം അടുത്ത ബന്ധത്തിലേക്ക് പോവുക. നിങ്ങൾ ഫീൽ ഫ്രീ ആയിട്ട് കുറച്ച് എന്തൊരു റിലേഷൻ പൊട്ടി തകർന്നാലും ഫീൽ ഫ്രീ ആയിട്ട് ഒരു 6 to 8 months നിങ്ങൾ നിങ്ങളിലേക്ക് സഞ്ചരിക്കൂ. ഒരു ബ്രേക്കപ്പ് ഹീലാവാൻ 6 to 8 months വേണ്ടി വരും. മിനിമം വേണ്ടി വരും. മിനിമം അവിടെ നിന്ന് അങ്ങോട്ട് ധാരാളം ഉണ്ടാവും. അതിന്റെ ഡെപ്ത് പോലെ ഇരിക്കും, ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും, അവർ ക്യാച്ച് ചെയ്യുന്ന റിലേഷൻഷിപ്പിന്റെ ക്യാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതുപോലെ ഇരിക്കും. പക്ഷേ ഇത് ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 6 to 8 months ഇവരിലേക്ക് മാത്രം സഞ്ചരിക്കുക. അതിനുശേഷം തെറ്റുകളെ മനസ്സിലാക്കുക, തിരുത്തേണ്ടത് എവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കുക. വേറെ ഒന്നുമില്ല, നമ്മളൊരാൾ ഒരു പെരുമാറുന്ന രീതിയിൽ നമ്മൾ മറ്റൊരാളോട് പെരുമാറിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഡിസ്റ്റർബ്ഡ് ആകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതായിരിക്കുമല്ലോ നമ്മൾ പെരുമാറിയിട്ടുണ്ടാവും. ഇതിനെ ഒന്ന് നിങ്ങൾ ബാലൻസ് ചെയ്യൂ. പെരുമാറുന്ന രീതിയിലുണ്ടായ നമ്മൾക്ക് അനുഭവപ്പെട്ട ഡിസ്റ്റർബൻസ് ആയിരിക്കും നിങ്ങൾ മറ്റൊരാളിലേക്ക് പെരുമാറിയതെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. അവിടെയാണ് നമുക്ക് തിരുത്തലുകൾ വരുത്താൻ പറ്റുള്ളൂ. തിരുത്തലുകൾ വരുത്തി മാത്രം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയാൽ മതി. അണ്ടർലൈൻ. അല്ലെങ്കിൽ നെവർ എവർ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇതൊരു ലൂപ്പാണ്. ലൂപ്പാണ്. ദിസ് ഇസ് എ ലൂപ്പ്. അതിലിങ്ങനെ കണക്ട് ചെയ്ത് എത്ര റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാവുന്ന ആളുകളുണ്ട് അറിയുമോ? എല്ലാം ഇത് തന്നെ. എന്നിട്ട് വന്നിട്ട് പറയും ഏതൊരു റിലേഷൻഷിപ്പ് എടുത്താലും മാഡം ഒരു 4 മാസം 5 മാസം അതിന് മുന്നോട്ട് അങ്ങോട്ട് പോകുന്നില്ല, എല്ലാവരും ഒരേപോലെയാണ്, ഈ പുരുഷന്മാരൊക്കെ ഇങ്ങനെയാ. അണ്ടർലൈൻ ചെയ്യണം അവര്. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച ആ വേർഡില്, അല്ലെങ്കിൽ ചില സ്ത്രീകളൊക്കെ ഇങ്ങനെയാ എന്ന് പറയുന്ന ഒരവസ്ഥ ഇല്ലെന്നേ. അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഹ്യൂമൻസ്, മനുഷ്യരല്ലേ. എല്ലാവർക്കും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കാനും ബഹുമാനിക്കാനും എല്ലാവർക്കും അതിനുള്ള ക്വാളിറ്റീസ് ഉണ്ട്.
പക്ഷെ നിങ്ങൾ അത് തിരഞ്ഞെടുക്കുന്ന രീതിയാണ് തെറ്റിപ്പോകുന്നത്. ആ ക്വാളിറ്റിയിലേക്ക് നിങ്ങൾ ആദ്യം വളരുക, അപ്പോൾ നമുക്ക് തിരിച്ചത് കിട്ടും. ഈ വേണ്ട ക്വാളിറ്റീസ് ആദ്യം സ്വയം ബിൽഡ് ചെയ്യുക. നമ്മൾ പറയില്ലേ, ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് റെസ്പെക്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക എന്നുള്ളത്. ഓഫ് കോഴ്സ് യെസ്. പക്ഷെ അതിന്റെ ഇൻഡെപ്ത് നമ്മൾ സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് എന്താണ് ഈ ഗിവ് ആൻഡ് ടേക്ക് എന്ന് മനസ്സിലാവുന്നത്. അതിലൂടെയാണ് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ്, ടോക്സിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കൂ, വ്യക്തിത്വങ്ങളെ മനസ്സിലാക്കൂ, ഉൾക്കൊള്ളൂ. അതിനുശേഷം നിങ്ങളിൽ റിലേഷൻഷിപ്പ് സംഭവിക്കപ്പെടട്ടെ.